അങ്ങനെ ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായത് ആര്, എങ്ങനെയാണ് ഔട്ടായത്, എത്ര പേര് ഔട്ടായിട്ടുണ്ട്? സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു CS റോക്കസ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് അടിക്കട്ടോ. പിന്നെ ഐപ്പ് എന്ന് പറയുമ്പോൾ അടിച്ച് പൊളിക്കുക. എനിക്കൊന്ന് ഞാൻ വില്ലേജ് എന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ആരാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായെന്ന്. അപ്രകാരം തന്നെയുള്ള എവിക്ഷൻ തന്നെയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. അങ്ങനെ സാബുമാൻ ആണ് ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്ന് കരഞ്ഞുകൊണ്ട് പടിയിറങ്ങാൻ പോകുന്നത്. വളരെ വിഷമകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാബുമാൻ ബിഗ് ബോസിന് ആവശ്യപ്പെട്ട ഒരു മെറ്റീരിയൽ അല്ലായിരുന്നു. എന്നാൽ കൂടി നല്ല വൃത്തിക്ക് സാബുമാൻ പറ്റുന്ന രീതിയിൽ കളിച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനമായിട്ട് എടുത്തു പറയണമെങ്കിൽ സാബുമാൻ പുറത്തായതിനു ശേഷം ലാലേട്ടന് മുമ്പിൽ വെച്ച് സാബുമാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇത്രയും ആഴ്ച ഇവിടെ നിൽക്കുമെന്നൊന്നും പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. സത്യത്തിൽ ഞാൻ വേഗം പോകുന്നതാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഇത്രയും എന്നെ സപ്പോർട്ട് ചെയ്ത് ഇത്രയും ആഴ്ചകൾ ഇത്രയും എൻ്റെ ബിഗ് ബോസ് യാത്ര വളരെ നീണ്ടുപോയായിരുന്നു. ഇത്രയും ദിവസം നിർത്തി എല്ലാ പ്രേക്ഷകർക്കും 1000 നന്ദി എന്നൊക്കെ പറഞ്ഞ് വളരെ മനോഹരമായിട്ടാണ് നമ്മുടെ സാബുമാൻ സംസാരിച്ചിരിക്കുന്നു എന്നാണ് കേട്ടത്. ഒരുപാട് പേര് ഷോ കണ്ടിട്ടുള്ളവരുണ്ട്, അന്നത്തെ ആ ഷൂട്ടിന് പോയവർ. അപ്പോൾ അവർ തന്ന അപ്ഡേറ്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് 100 അല്ല 200% ഉറപ്പിച്ച് വിശ്വസിക്കാം, ഉറപ്പിച്ച് ബിലീവ് ചെയ്യാം. അഥവാ ഇങ്ങനെ ഇന്ന് സാബുമാൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ മറക്കാണ്ട് ഈ ചാനൽ ഈ വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോ. എന്നിട്ട് നിങ്ങൾ ഇതിന്റെ കമന്റ് ബോക്സിൽ ഒന്ന് എന്ത് വേണമെങ്കിൽ വിളിച്ചോ, എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷേ സാബുമാൻ അഥവാ പോയിട്ടുണ്ടെങ്കിലോ നിങ്ങൾ മറക്കാണ്ട് ഒരു വീഡിയോക്ക് ലൈക്ക് അടിക്കണം. ഉറപ്പിച്ച് പറയാം ഗൈസ്, അത്രയ്ക്ക് ഉറപ്പിച്ച് പറയാണ്, ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്ന് കരഞ്ഞുകൊണ്ട് പടിയിറങ്ങുന്നത് സാബുമാൻ തന്നെയാണ്. സാബുമാൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ വലിയ തോതിൽ ആർക്കും വിഷമമില്ല. പക്ഷേ ഷാനവാസിന് മാത്രം ഒരു ചെറിയ രീതിയിലുള്ള ഇമോഷണൽ ബ്രേക്ക് ഡൗൺ ആയെന്നൊക്കെയാണ് കേട്ടത്. അതായത് ഉരുളിപടച്ച് വീണൊന്നുമില്ല, ഒന്ന് മാനസികമായും തളർന്ന പോലെ നമുക്കന്ന് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ അക്ബറിനും നല്ല രീതിയിലുള്ള വിഷമമുണ്ട്, അതേപോലെ നെവിനും നല്ല രീതിയിലുള്ള വിഷമം ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. നിങ്ങൾ പറയൂ, സാബുമാൻ എവിക്ഷൻ ഫെയർ എവിക്ഷൻ ആണോ അൺഫെയർ എവിക്ഷൻ ആണോ? സാബുമാൻ സത്യത്തിൽ ബിഗ് ബോസ് വീട്ടിൽ വളരെ ജെന്യൂൻ ആയിട്ടുള്ള പേഴ്സൺ ആയിരുന്നു. തൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കി ബിഗ് ബോസ് കൊടുക്കുന്ന ടാസ്കുകളൊക്കെ ചെയ്ത് ജീവിച്ചു പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ലാസ്റ്റ് 2 വീക്ക് ആയപ്പോഴേക്കും സാബുമാൻ വളരെ ആക്റ്റീവായി വരുന്നുണ്ടായിരുന്നു. കുറച്ച് ട്രിഗർ ആവുന്നുണ്ടായിരുന്നു, ചൂടാവുന്നുണ്ടായിരുന്നു, പയർ കിട്ടാത്തതിനൊക്കെ ചൂടായി തുടങ്ങുന്നുണ്ടായിരുന്നു. പക്ഷേ സാബുമാൻ ആക്റ്റീവായി വരുന്ന സമയം ആയപ്പോഴേക്കും എന്ത് പറയാൻ, ഷോ തീരാനായി. അതുകൊണ്ട് തന്നെ സാബുമാൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലോട്ട് മടങ്ങി പോവാണ്. എന്തായാലും സാബുവിന്റെ എവിക്ഷനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് അടിക്കട്ടോ. അടുത്ത ഡിജിറ്റൽ അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും.